ഇപ്പൊ മലയാള സിനിമ എന്ന് പറയണതേ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഉള്ളൊരു സമയമാണ്. ഇപ്പോൾ രാജീവാണെങ്കിൽ വന്നിട്ട് കുറച്ച് നാളുമായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു നിലനിൽപ്പ് എന്നുള്ളതൊരു വലിയൊരു ഏതൊരു ആക്ടറിനും ഒരു സ്റ്റാർ ആണെങ്കിൽ പോലും അവർ ഇതേപ്പറ്റി തന്നെ ചിന്തിച്ചു. എവ്രിവൺ ഈസ് ഇൻസെക്യൂർഡ്, whoever it is, everyone is insecure. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പൊടിക്കൈകൾ രാജീവ് എടുക്കുന്നുണ്ട്? ഓർ യു ആസ് എ പേഴ്സൺ ഹു മെയിൻറ്റെയിൻ യുവർ ഫിസിക് വെൽ, അതും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കണ്ടിട്ടുണ്ടോ? ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ശരീരം നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. ബേസിക്കലി ഞാൻ എല്ലും തോലുമായിരുന്നു. അവിടുന്ന് ഒരു വാശിയുടെ പുറത്തെനിക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ശരീരം ഉണ്ടാക്കിയാണ്. എന്നോട് തന്നെ. ഞാൻ പണ്ട് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി ഞാൻ ശരീരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം തിരുവല്ലയാണ്, ജില്ല പത്തനംതിട്ടയാണ്. ഞാൻ അവിടുത്തെ അന്ന് ഒരു അസോസിയേഷനേ ഉള്ളൂ കേരളത്തിൽ, കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഒരെണ്ണേ ഉള്ളൂ. ഇപ്പം 4 എണ്ണം. ഓക്കെ. അപ്പോൾ അന്ന് അവിടെ ഞാൻ മിസ്റ്റർ പത്തനംതിട്ട കോമ്പറ്റീഷന് പോയി ഇറങ്ങി. അത് എൻ്റെ ക്ലാസ്സിൽ 85 kg കാറ്റഗറിയിൽ 80 kg കാറ്റഗറിയിൽ 2 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ. അപ്പോൾ അന്നേരം എനിക്ക് സെക്കൻഡ് കിട്ടി. അപ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛമായി. അപ്പോൾ ഞാൻ അടുത്ത കൊല്ലം ഭയങ്കരമായിട്ട് ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് ശരീരമൊക്കെ ഉണ്ടാക്കി പിന്നെ പോയി ഇറങ്ങി. പക്ഷെ അടുത്ത കൊല്ലം എനിക്ക് ടോട്ടൽ ഇതിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി, സീനിയർ ചാമ്പ്യൻ. സോ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടില്ല, ഞാൻ മെയിൻ്റനൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആ സമയത്ത് ചെയ്തതാണ് ബിൽഡിംഗ്. അന്ന് ഞാൻ ചെയ്തത്, അന്ന് കുറെ കൂടെ വലുതായിരുന്നു. പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ കണ്ടാ ശരിയാണ്. ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇഷ്ടംപോലെ കിട്ടി നടക്കില്ലേ? അപ്പോ അങ്ങനെയുള്ള ഒരു ടൈമിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്ട്രഗിൾ as long as you don't have nepotism or a godfather, you അല്ല, നമുക്കൊരു ഫിലിമി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ, പിന്നെ ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ, യു ഹാവ് ടു സ്ട്രഗിൾ. അത് ഏത് രീതിയിലുള്ള സ്ട്രഗിളും ആകാം. റോള് കിട്ടാത്ത സ്ട്രഗിൾ ആകാം, നമുക്ക് വേറെ ജോലി ഇല്ലാത്തപ്പോഴുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആകാം, എല്ലാം കാണും. നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെങ്കിൽ ഈ ജോലി കിട്ടുന്നവരെ നമ്മൾ ആ സ്ട്രഗിൾ സഹിച്ചുകൊണ്ടേയിരിക്കണം. ഉള്ളപ്പോൾ ഉള്ളതുപോലെ ജീവിക്കുക, കിട്ടുമ്പം അതിനനുസരിച്ച് ജീവിക്കുക. പക്ഷെ അങ്ങനെ നമ്മൾ സ്ട്രഗിളിങ് പീരീഡിൽ വിഷമിച്ച് നടന്നിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ഞാൻ ഈ ഓഡീഷൻ കൊടുക്കാൻ പോകുമ്പോൾ ബോംബെയിലൊക്കെ ഭോജ്പൂരിയൊക്കെ ഓഡീഷൻ കൊടുക്കുമ്പോൾ എന്നെ കഴുത്തിൽ പിടിച്ച് തള്ളി ഇറക്കി ഇട്ടിട്ടുണ്ട്. അത് ചുമ്മാ അങ്ങ് പോകുന്നതാ. ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ആരോ വിളിക്കുന്നു അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. അത് കുറേ നാൾ നമുക്ക് കിട്ടാതാകുമ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസത്തെ വിഷമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതൊരു രസമാണ് ഓഡീഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. കിട്ടി ആരെങ്കിലും രണ്ടാമത് ഒരു സ്ക്രീൻ ടെസ്റ്റിനും എല്ലാം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തന്നെയാണോ വിളിക്കുന്നത് ഒരു സംശയമുണ്ട് കുറെ. പിന്നെ അത് ഞാൻ പറഞ്ഞ അത് എന്താ പറയാ, അതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒരു തമാശയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. 32ാമത്തെയാണ് ലിജോ സാറിന്റെ. എന്തായാലും വിടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഹോപ്പ് ഉണ്ടല്ലോ കിട്ടുമെന്നുള്ള. എക്സാക്ട്ലി. ഇപ്പം നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മൾ പുതിയതായിട്ട് വരുന്ന ഒരു മനുഷ്യൻ അത് എന്നാലും നമുക്ക് കിട്ടും. ആരും വേണ്ട എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എന്താണെങ്കിലും സക്സസ് വരും. എത്ര നമ്മളെ ആൾക്കാർ ചവിട്ടി താത്തുകയാണെങ്കിലും, ബട്ട് ഇഫ് ഇറ്റ് ഈസ് മെന്റ് ഫോർ യു, യു ഗെറ്റ് ഇറ്റ്.